ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാഗി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മാഗിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മാഗി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് മാഗിയിൽ ഇതുപോലത്തെ 2 പീസോളം ഉണ്ടാവുക. ജസ്റ്റ് അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള മാഗി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള നല്ല പോലെ ചോപ്പ് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇനി ഇതിലേക്ക് 2 പാക്കറ്റ് ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാഗി മേടിക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു മസാല പാക്കറ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂണോളം ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ ബോളായിട്ട് പിടിക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മൾ ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ട് ഇതേപോലെ പൊടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് മാഗി എന്ന് പറയുമ്പോൾ അതിൽ ഇതുപോലത്തെ 2 പീസ് ഉണ്ടാവും. അപ്പോൾ അത് മൊത്തം പൊടിച്ച് വെക്കണം കേട്ടോ. ഇനി ഇത് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ വലുപ്പത്തിലാണ് ഓരോ ബോളുകളും ഉരുട്ടിയെടുക്കുന്നത്. അതിന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ആക്കുക. അതിന് ശേഷം ഈ മാഗി പൊടിച്ച് വെച്ചിട്ടില്ലേ അതിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബോളുകളും ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. കയ്യിൽ നമ്മളിതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ കയ്യിൽ നല്ല പോലെ ഇങ്ങനെ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൈ ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് ബോളുകൾ പിടിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ബോളാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ എല്ലാ ബോളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഒഴിച്ച് കൊടുക്കുന്ന ഓയിൽ നല്ലപോലെ ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോരോ ബോളുകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ബോളുകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ബോളുകൾ ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ബോൾസ് എല്ലാതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഉരുട്ടി എടുത്തിട്ടുള്ള എല്ലാ ബോൾസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പച്ചമുളക്, അതുപോലെ തന്നെ 11-12 അല്ലി വെളുത്തുള്ളി നല്ലപോലെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ സവാള, അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഇതൊക്കെ ഇതേ വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിതൊക്കെ ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്,
1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും സോസൊക്കെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ തിളച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, നോർമൽ വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. നോർമൽ വാട്ടർ ആകുമ്പോൾ അത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും തിളച്ച് വരട്ടെ കേട്ടോ. അതുപോലെ ഇത് ഇപ്പോൾ വെള്ളം പോലെ ഇരിക്കണമെന്ന് നോക്കണ്ട. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 1.5 കപ്പ് വെള്ളത്തിന് ബാലൻസ് ചെയ്തിട്ടാണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറുകി വരും. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഈ ടൈമിൽ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. എനിക്ക് ഈ മഞ്ചൂരിയൻ റെസിപ്പീസിലൊക്കെ ഇച്ചിരി സ്വീറ്റ്നെസ് ഉള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറി ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാഗി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മഞ്ചൂരിയൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഇത് നമ്മളെ ഗോബി മഞ്ചൂരിയനൊക്കെ കഴിക്കുന്ന പോലെ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം, അതുപോലെ തന്നെ നൂഡിൽസ് അതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ വിചാരിക്കും ഇത് മാഗി ആണോ, മാഗി കൊണ്ടാണോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നവർ വിചാരിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം, ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.